അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 29 തിങ്കളാഴ്ച. സംസ്ഥാനത്ത് കൊടും ചൂട് ഒരാഴ്ച കൂടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ട്. ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലൊഴികെ 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. കനത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, എറണാകുളം എന്നീ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കേരളത്തിലുടനീളം മഴ ലഭിക്കാനും സാധ്യത. സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അപ്രഖ്യാപിത പവർ കട്ട് മനഃപൂർവ്വമല്ലെന്നും അമിത ഉപഭോഗം മൂലം സംഭവിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിദിന ഉപഭോഗം 10.1 ദശലക്ഷം യൂണിറ്റ് കടന്നു. അതിനാൽ കൂടുതൽ വൈദ്യുതി എത്തിക്കുമെന്നും ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാതെ വേറെ വഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ അപര സ്ഥാനാർത്ഥികളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഉടൻ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അറിയിച്ചു. മലയാളി സാമൂഹിക പ്രവർത്തകൻ സാബു സ്റ്റീഫനാണ് ഹർജിക്കാരൻ. തെരഞ്ഞെടുപ്പ് ഫലം ഇത്തരം സ്ഥാനാർത്ഥികൾ അട്ടിമറിക്കുന്നുവെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ VJ ബിജു ഇന്ന് കോടതിയിൽ ഹർജി പരാമർശിക്കവെ ഉന്നയിച്ചു. തുടർന്നാണ് ഉടനടി ഹർജി പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത്. BJPയിൽ ചേരാൻ EP ജയരാജൻ തയ്യാറായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് 3 തവണ EP-യുമായി ചർച്ച നടത്തിയെന്നും എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു ഫോൺ കോളാണ് EP-യെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്നും ശോഭ പറഞ്ഞു. BJP നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് LDF കൺവീനർ EP ജയരാജൻ. ആരെങ്കിലും BJPയിൽ പോയി ചേരുമോ എന്ന് ചോദിച്ച ജയരാജൻ ശോഭ പറയുന്ന ഹോട്ടലിൽ ഇതേവരെ പോയിട്ടില്ലെന്നും അവർ പറയുന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണമെന്നും പറഞ്ഞു. LDF കൺവീനർ EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശീർവാദത്തോടെയാണെന്ന് ദല്ലാൽ നന്ദകുമാർ. ജാവ്ദേക്കറും EP-യും തമ്മിലുള്ള കൂടിക്കാഴ്ച BJPയിലേക്ക് ചേരുന്ന കാര്യം ചർച്ച ചെയ്യാനല്ല എന്നും നന്ദകുമാർ പറഞ്ഞു. കൂടാതെ ശോഭാ സുരേന്ദ്രൻ പറയുന്നതെല്ലാം കള്ളമാണെന്നും 2-3 ദിവസത്തിനകം ഇതെല്ലാം പൊളിയുമെന്നും നന്ദകുമാർ പറഞ്ഞു. അഡ്വക്കേറ്റ് TG നന്ദകുമാറിനെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പോലീസിൽ പരാതി നൽകി. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ KSRTC ഡ്രൈവർ യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്ന് നിർദ്ദേശം നൽകി. കൂടാതെ DTOയ്ക്ക് മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പാളയത്ത് വച്ചായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കുടുംബവും സഞ്ചരിച്ച കാറിനെ സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി KSRTC ഡ്രൈവറുമായി നടുറോഡിൽ തർക്കമുണ്ടായത്. സിഗ്നലിൽ ബസ് നിർത്തിയപ്പോഴാണ് ഡ്രൈവറോട് ചോദിക്കാൻ ഇറങ്ങിയതെന്നും സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ ക്ഷുഭിതനായെന്നും ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും മേയർ ആരോപിച്ചു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ വാദങ്ങളെ എതിർത്ത് KSRTC ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടില്ലെന്നും മോശമായി പെരുമാറിയത് മേയറാണെന്നും KSRTC ഡ്രൈവർ യദു പ്രതികരിച്ചു. വാഹനം ഓടിക്കുന്നതിനിടെ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞ യദു മേയർ ഭരണ സംവിധാനത്തിന്റെ സ്വാധീനം ഉപയോഗിക്കുകയാണെന്നും അന്ന് തന്നെ മേയർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും കുറ്റപ്പെടുത്തി. മേയറും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ KSRTC ബസിന് കുറുകെ കാറിട്ടുകൊണ്ട് മേയർ KSRTC ഡ്രൈവറോട് സംസാരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. സീബ്ര ലൈനിന് മുകളിലാണ് മേയർ സഞ്ചരിച്ചിരിക്കുന്ന കാർ ഇട്ടിരിക്കുന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിത സമരം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പുനരാരംഭിച്ചു. ഡോക്ടർ KV പ്രീതിക്കെതിരായ പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് സമരം വീണ്ടും തുടങ്ങിയത്. റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഈ മാസം 15 മുതൽ നടത്തിയ സമരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്ന് 23-ന് അവസാനിപ്പിച്ചിരുന്നു. 3 ദിവസത്തിനകം നൽകാമെന്ന് പറഞ്ഞ റിപ്പോർട്ട് 5 ദിവസമായിട്ടും കിട്ടാതായതോടെയാണ് വീണ്ടും സമരം തുടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 12 സീറ്റ് വരെ ജയിക്കാമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തലെന്ന് റിപ്പോർട്ടുകൾ. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന പ്രചാരണം മറികടക്കാനായെന്നും വിലയിരുത്തലുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, ആലത്തൂർ, പാലക്കാട്, തൃശൂർ, ഇടുക്കി, ചാലക്കുടി, പത്തനംതിട്ട, മാവേലിക്കര, ആറ്റിങ്ങൽ എന്നിവയാണ് പാർട്ടി വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. അവിശ്വാസിയായ മുസ്ലിങ്ങൾക്ക് ശരിയത്ത് നിയമം വിധേയമാകില്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ്. സ്വത്തവകാശം സംബന്ധിച്ച് ശരിയത്ത് നിയമത്തിന് പകരം ഇന്ത്യൻ പിന്തുടർച്ചാ അവകാശ നിയമം ബാധകമാകണം എന്നാവശ്യപ്പെട്ട് മലയാളിയായ സഫിയ PM ആണ് ഹർജി നൽകിയത്. പ്രധാനപ്പെട്ട വിഷയമെന്ന് ചീഫ് ജസ്റ്റിസ് വാദത്തിനിടെ നിരീക്ഷിച്ചതിനെ തുടർന്ന് കേന്ദ്രത്തിനും കേരളത്തിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേസിൽ കോടതി വിശദമായ വാദം ജൂലൈയിൽ കേൾക്കും. KCBയിലേക്കുള്ള തസ്തികകളിലേക്ക് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന വ്യാജ സംഘങ്ങൾ സജീവമാണെന്ന് KCB. നിരവധി പേർ ഈ കെണിയിൽ വീണതായാണ് അറിവെന്നും അതിനാൽ ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങരുതെന്നും അധികൃതർ പറയുന്നു. KCBയിലെ തസ്തികകളിലേക്കുള്ള സ്ഥിരം നിയമനം PSC വഴിയാണ് നടത്തുന്നത്. താൽക്കാലിക നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും. അതിനാൽ ഒരു കാരണവശാലും ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും KCB അധികൃതർ അറിയിച്ചു. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. തടിയന്റെവിട നസീർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ 2008 പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തെന്ന കേസിന്മേൽ പ്രതികൾ നൽകിയ അപ്പീലിൽ സുപ്രീംകോടതി നോട്ടീസ്. 10 പേരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഇതിനെതിരെയാണ് പ്രതികൾ അപ്പീൽ നൽകിയത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ച് തടിയന്റെവിട നസീറിന്റെ അപ്പീൽ മറ്റ് അപ്പീലുകൾക്കൊപ്പം വാദം കേൾക്കാൻ മാറ്റി. കേസിൽ നേരത്തെ 2ാം പ്രതി MH ഫൈസൽ, 14ാം പ്രതി മുഹമ്മദ് ഫസൽ, 22ാം പ്രതി ഉമർ ഫറൂഖ് എന്നിവരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലെ KSRTC ഡിപ്പോയിൽ ജീവനക്കാർ കൂട്ട അവധിയെടുത്തതിനാൽ പത്തനാപുരം ഡിപ്പോയിൽ 15 സർവീസുകൾ മുടങ്ങി. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ കണ്ടെത്താൻ KSRTC വിജിലൻസ് വിഭാഗം ഡിപ്പോയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെയാണ് 12 ജീവനക്കാർ അവധിയെടുത്തത്. അകാരണമായാണ് ജീവനക്കാർ അവധിയെടുത്തതെന്നും ഇവർക്കെതിരെ നടപടിയുണ്ടാവുമെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ മാഹി പാലം അറ്റകുറ്റപ്പണിക്കായി ഇന്നു മുതൽ 12 ദിവസത്തേക്ക് അടച്ചിടും. ബലക്ഷയം നേരിടുന്ന സാഹചര്യത്തിലാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. പാലം പൂർണ്ണമായി അടയ്ക്കുന്നതിനാൽ ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. നെല്ലിയമ്പം ഇരട്ടക്കൊലക്കേസിൽ പ്രതി അർജുന് വധശിക്ഷ. കൊലപാതകത്തിന് വധശിക്ഷയും ഭവനഭേദനത്തിന് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിച്ചതിന് 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2021 പത്മാലയത്തിൽ കേശവൻ, ഭാര്യ പത്മാവതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കർണാടകയിലെ ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ JDS സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വലിനെ വീണ്ടും തള്ളിപ്പറഞ്ഞും അച്ഛൻ ദേവഗൌഡയെ കുറ്റപ്പെടുത്തിയും HD കുമാരസ്വാമി. BJP പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ പ്രജ്വലിനെ ഹാസൻ സീറ്റ് നൽകണമെന്ന് നിർബന്ധം പിടിച്ചത് തന്റെ അച്ഛൻ തന്നെയാണെന്നും കുമാരസ്വാമി പറഞ്ഞു. പശ്ചിമബംഗാളിലെ മതികാരയിൽ BJP ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുന്നു. ജയ് ശ്രീരാം വിളിച്ചതിനെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ബന്ദ്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ 15 പ്രവർത്തകർക്ക് പരിക്കേറ്റുവെന്നും ഇവർ ആശുപത്രിയിലാണെന്നും BJP അറിയിച്ചു. ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നു. BJP MLA രമേശ് മെൻഡേലയ്ക്കൊപ്പമെത്തിയാണ് അക്ഷയ് കാന്തി ബാം പത്രിക പിൻവലിച്ചത്.
അതേസമയം കോൺഗ്രസിന്റെ 3 ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക നേരത്തെ തന്നെ തള്ളിയിരുന്നു. ഇദ്ദേഹത്തിന് പിന്നാലെ കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുമെന്ന് സൂചനയുണ്ട്. ദില്ലിയിലെ സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 1000-ലധികം പേർ ദില്ലിയിലെ BJP ആസ്ഥാനത്ത് അംഗത്വമെടുത്തെന്ന് BJP അവകാശപ്പെട്ടു. പലരും വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. കർഷക സമരവും ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും സിഖ് വിഭാഗത്തിൽ ഉണ്ടാക്കിയ അതൃപ്തി മറികടക്കാനാണ് BJPയുടെ ശ്രമം. ഹൂതികൾ US ഡ്രോൺ വെടിവെച്ചിട്ടതായി റിപ്പോർട്ട്. UK എണ്ണക്കപ്പൽ ലക്ഷ്യമാക്കിയുള്ള മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ ആൻഡ്രോമിസ സ്റ്റോറിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികളുടെ സൈനിക വക്താവ് യഹ്യ സരി ഏറ്റെടുത്തു. കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും തടസ്സമില്ലാതെ യാത്ര തുടരുകയാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.